നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരക്കഥാകൃത്തും സാഹിത്യകാരനുമായ ജയമോഹൻ മലയാളികളെ ആക്ഷേപിച്ചതിന് വലിയ വിമർശനങ്ങൾക്കിടയായിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ മുൻനിർത്തിയായിരുന്നു ജയമോഹന്റെ ആക്ഷേപം. മഞ്ഞുമൽ ബോയ്സ് അലോസരപ്പെടുത്തിയ ഒരു സിനിമയാണെന്നും തെന്നിന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന മലയാളികളുടെ യഥാർത്ഥ മനോനില തന്നെയാണ് ഉള്ളതെന്നും അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദിൽ ആയിരിക്കുമെന്നും ജയമോഹൻ പറഞ്ഞിരുന്നു. ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്നവരാണ് മലയാളികളെന്നും പറഞ്ഞ ജയമോഹനെ രൂക്ഷമായി വിമർശിക്കുകയാണ് നടൻ കിഷോർ സത്യ. സങ്കടം തോന്നുന്നു എന്ന മുഖവരയോടെയാണ് വീഡിയോയിൽ കിഷോർ സത്യ നിലപാട് വ്യക്തമാക്കിയത്. ജയമോഹൻ സാറേ, സങ്കടം തോന്നുന്നു. സാറിനെ പോലെയുള്ളയാൾ ഇങ്ങനെ ഒരു സിനിമയെ മോശമായി കാണാമോ? മലയാളികളെ മുഴുവൻ സാർ മോശമായിട്ടല്ലേ പറയുന്നതെന്നും കിഷോർ സത്യ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങയെപ്പോലെയുള്ള പ്രതിഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ല ഇതൊന്നുമെന്നും നടൻ കിഷോർ സത്യ വ്യക്തമാക്കുന്നു. മലയാളികൾ കള്ളു കുടിച്ച് നടക്കുന്നതാണെന്ന് പറയുകയാണ് അങ്ങ് ചെയ്തത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സ്വഭാവത്തെ വെച്ച് മലയാളികൾ മുഴുവൻ മദ്യപാനികളാണ് എന്ന് പറയാമോ എന്നും കിഷോർ സത്യ ചോദിക്കുന്നു. അങ്ങയെ വിമർശിക്കാനൊന്നും താൻ ആളല്ല എന്നും മലയാളികൾ ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരനാണ് ജയമോഹൻ എന്നും കിഷോർ സത്യ പറയുന്നു. സിനിമയായി കാണുന്നതല്ലേ നല്ലത്? നിലവിൽ അങ്ങ് പ്രവർത്തിക്കുന്ന തമിഴ് സിനിമയിലും മദ്യപാനം കാണുന്നില്ലേ? മാസ്റ്ററിൽ മദ്യപാനിയായിട്ടല്ലേ വിജയ് വേഷമിട്ടത്? കഥാപാത്രത്തിന്റെ പേര് JD എന്നാണ്. അങ്ങനെ പേരിടുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്നും കിഷോർ സത്യ നിലപാട് വിശദീകരിക്കവേ ചോദിച്ചു. ഇഷ്ടപ്പെടുകയോ ഇല്ലാതിരിക്കുകയോ എന്നത് ഒരു സിനിമ കാണുന്ന പ്രേക്ഷകന്റെ ഇഷ്ടമാണ് എന്നും സാഹിത്യ സൃഷ്ടിയായി കാണുന്നതാണ് ശരിയെന്നും കിഷോർ സത്യ വ്യക്തമാക്കി. ഇന്ത്യയിലെ മദ്യത്തിന്റെ ഉപയോഗത്തിന്റെ കണക്കുകളും താരം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശും തെലുങ്കാനയും സിക്കിമും ഒക്കെയാണ്. ഇന്ത്യയിൽ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശും തെലുങ്കാനയും സിക്കിമും ഒക്കെയാണെന്ന് ഒരു പഠന വാർത്തയെ ഉദ്ധരിച്ച് കിഷോർ സത്യ വ്യക്തമാക്കിയിരുന്നു. വാഹനത്തിൽ ഛർദ്ദിച്ചു പോകുന്ന മലയാളികളല്ല അവിടെയെന്നും ഒരു പക്ഷേ സാർ ആ സംസ്ഥാനങ്ങളിൽ പോകാത്തത് കൊണ്ടായിരിക്കുമെന്നും കിഷോർ സത്യ അഭിപ്രായപ്പെട്ടു. എന്തായാലും ഇതൊരുമാതിരി വെള്ളമടിച്ച് പറഞ്ഞതായി എന്നും ഒരു നാട്ടുപ്രയോഗമാണെന്നും സൂചിപ്പിച്ച കിഷോർ സത്യ ജയമോഹനെ പരിഹസിക്കുകയും ചെയ്തു.